Hello and welcome back to WWE Malayalam Gossips. ഫ്രണ്ട്സ്, നമുക്ക് എല്ലാവർക്കുമുള്ള ഒരു ഡൗട്ടാണ്, ഈ WWE ചാമ്പ്യൻഷിപ്പ് ബെൽറ്റുകൾ ശരിക്കും ഗോൾഡ് വെച്ചിട്ടാണോ ഉണ്ടാക്കിയത്, അതോ ഇവ വെറും കാണിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കി വെറുതെ മെറ്റൽസ് വെച്ച് ഉണ്ടാക്കിയെടുത്തവയാണോ എന്ന്. അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഡേവ് മിലിക്കൻ എന്നൊരു വ്യക്തിയാണ് ഇപ്പോൾ കാണുന്ന എല്ലാ WWE ചാമ്പ്യൻഷിപ്പ് ബെൽറ്റുകളും, ROH ബെൽറ്റുകളും, TNA ചാമ്പ്യൻഷിപ്പ് ബെൽറ്റുകളും, ഏകദേശം എല്ലാ പ്രൊഫഷണൽ റെസ്ലിങ്ങിൻ്റെ ചാമ്പ്യൻഷിപ്പ് ബെൽറ്റുകളും ഉണ്ടാക്കുന്നത് ഡേവ് മിലിക്കൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഈ ബെൽറ്റുകൾ ഉണ്ടാക്കാനുള്ള ട്രിക്സ് എല്ലാം റെജി പാർക്സ്, അതായത് WWFൻ്റെ ഒഫീഷ്യൽ ബെൽറ്റ് മേക്കറായിരുന്ന റെജി പാർക്സിൻ്റെ കയ്യിൽ നിന്നാണ് ഈ ട്രിക്സ് എല്ലാം അദ്ദേഹം പഠിച്ചത്. അദ്ദേഹം തൻ്റെ 13ാമത്തെ വയസ്സിലാണ് ആദ്യത്തെ ബെൽറ്റ് ഉണ്ടാക്കിയത്. അദ്ദേഹം തന്നെ ആ ബെൽറ്റിനെ പറ്റി പറയുന്നത് ഒരു ദുരന്തമാണ് എന്നാണ്. കാരണം അത്രയ്ക്ക് മോശമായിട്ടായിരുന്നു അദ്ദേഹം അന്ന് ഉണ്ടാക്കിയത് എന്നാണ് അദ്ദേഹം ഇപ്പോഴത്തെ ഇൻ്റർവ്യൂവിലെല്ലാം പറയുന്നത്. ആ കാലത്തൊക്കെ മിലിക്കൻ ഉണ്ടാക്കിയിരുന്നത് കാർഡ്ബോർഡുകളെല്ലാം വെച്ചിട്ടായിരുന്നു മിലിക്കൻ ബെൽറ്റുകൾ ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ അതൊന്നും ചാമ്പ്യൻഷിപ്പിന് ഉപയോഗിക്കുന്നതല്ല, അദ്ദേഹം വെറുതെ ഉണ്ടാക്കി നോക്കിയിരുന്നവയായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ല മെറ്റൽസ് നോക്കിയിട്ടാണ് അദ്ദേഹം തൻ്റെ ബെൽറ്റിൽ ഉപയോഗിക്കുന്നത്. ഈ ബെൽറ്റുകളെല്ലാം ഉണ്ടാക്കുക എന്നത് വളരെ ഒരു സ്ലോ പ്രോസസ്സാണ്, അതായത് ഒരുപാട് സമയമെടുത്ത് ചെയ്യേണ്ട പ്രോസസ്സാണ് ഈ ബെൽറ്റുകൾ ഉണ്ടാക്കുക. അതായത് അത്രയ്ക്കും നല്ല രീതിയിൽ നല്ലവണ്ണം നോക്കിയിട്ട് വേണം ഉണ്ടാക്കാൻ. അദ്ദേഹം പറയുന്നത് ചില ബെൽറ്റുകൾ ഉണ്ടാക്കാൻ തനിക്ക് 1 വർഷം വരെ വേണ്ടി വന്നിരുന്നു എന്നായിരുന്നു. അതായത് അത്രയ്ക്കും പെർഫെക്റ്റ് ആക്കിയിട്ടായിരുന്നു അദ്ദേഹം ബെൽറ്റുകളെല്ലാം നിർമ്മിച്ചിരുന്നത്. ഈ WWE ബെൽറ്റുകൾ ഗോൾഡ് കൊണ്ട് നിർമ്മിക്കുന്നതാണോ അതോ വെറും സാധാ ബെൽറ്റുകളാണോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം. അതായത് എല്ലാ ചാമ്പ്യന്മാർക്കും 2 ബെൽറ്റുകൾ ഉണ്ടായിരിക്കും. അതായത് ഒന്ന് പ്യുവർ ഗോൾഡിൻ്റെ നല്ല ബെൽറ്റ്, അത് അവർ അതായത് വീട്ടിൽ വെക്കാനും അതുപോലെ തന്നെ ചാമ്പ്യൻഷിപ്പിന് വരുമ്പോഴും കൊണ്ടുവരുന്നതാണ് ഈ പ്യുവർ ഗോൾഡ് കൊണ്ടുള്ള ഉണ്ടാക്കിയ ബെൽറ്റ്. രണ്ടാമത്തെ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ അത് ഗോൾഡിൽ മുക്കിയ ബെൽറ്റാണ്. അതായത് പ്യുവർ ഗോൾഡ് അല്ല, അതായത് സ്വർണം പൂശിയ ബെൽറ്റാണ്. അത് അവർ ട്രാവൽ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഒരുപാട് പരിപാടികൾക്ക് പോകുമ്പോഴും അവർ കൂടെ കൊണ്ട് നടക്കുന്നത് ആ ബെൽറ്റാണ്. അതായത് 2 ബെൽറ്റുകൾ ഉണ്ടായിരിക്കും ചാമ്പ്യന്മാർക്ക്. അതുപോലെ തന്നെ ബെൽറ്റിൻ്റെ സ്ട്രാപ്പ് പ്യുവർ ലെതറാണ് 2 ഉപയോഗിച്ചിട്ടുണ്ടാവുക. ഇപ്പോൾ ഏറ്റവും അവസാനമായി ഇറങ്ങിയ WWE ചാമ്പ്യൻഷിപ്പ് ബെൽറ്റ് പഴയതിൻ്റെയും പുതിയതിൻ്റെയും ഒരു മിക്സാണ് എന്നാണ് വിൻസ് മക്മഹോൻ അവകാശപ്പെടുന്നത്. അതായത് പഴയ ലോഗോ കാര്യങ്ങളൊന്നുമില്ലാതെ പുതിയ ലോഗോ കാര്യങ്ങളും അതുപോലെ തന്നെ പഴയ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ടും ഉണ്ടാക്കിയിരിക്കുന്നതാണ് എന്നാണ് വിൻസ് മക്മഹോൻ പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബെൽറ്റുകളുടെ ഡിസൈൻ ഏതെങ്കിലും ഗെയിമുകളിലോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ അതിനും അദ്ദേഹത്തിന് പണം കിട്ടുന്നതാണ്. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കാൻ ഈ ചാനൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക.